SM ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. 2024-25 അധ്യയന വർഷത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ആൻഡ്രിയ. SSLC +2 പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. സെന്റ് മേരീസിന് റെക്കോർഡ് വിജയം. ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന SSLC +2 പരീക്ഷാ ഫലങ്ങളിൽ സെന്റ് മേരീസിന് ചരിത്ര നേട്ടം. 1477 വിദ്യാർത്ഥികൾ SSLC പരീക്ഷയും 791 വിദ്യാർത്ഥികൾ +2 പരീക്ഷയും 760 വിദ്യാർത്ഥികൾ +1 പരീക്ഷയും എഴുതി. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂൾ എന്ന നിലയിൽ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുവാനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി നേരിട്ടെത്തി വിജയമധുരം പങ്കുവച്ചു. വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഗാർഗി ശിവ ചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയാഘോഷങ്ങൾക്ക് നടുവിലാണ്. ഹയർ സെക്കൻഡറി വിഭാഗം 791 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 138 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കൂടി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത നേടി. ഹ്യൂമാനിറ്റീസിൽ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് നേടി ആദിത്യ പിള്ള ഉന്നത വിജയം കരസ്ഥമാക്കി. 1200-ൽ 1199 മാർക്ക് നേടി ധനുജ S, ആര്യ G. സുനിൽ, ആതിര RV എന്നിവർ കൂടി താരങ്ങളായി. അതോടൊപ്പം സ്കൂൾ ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയത് അദ്വൈത MS, അദ്വൈത വിനി, ലാവണ്യ RS, ദേവു B, നിരഞ്ജന S, സഞ്ജു SM എന്നിവരാണ്. +1 പരീക്ഷയിൽ 760 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 83 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. ബയോളജി സയൻസിൽ നിന്നും ഫേബ സാറ സജി, ഹ്യൂമാനിറ്റീസിൽ നിന്നും വിസ്മയ ചന്ദ്രൻ, കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ആരോമൽ AS എന്നിവർ മുഴുവൻ മാർക്ക് നേടി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയതാരങ്ങളായി. നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ നെൽസൺ വലിയ വീട്ടിൽ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിൻസിപ്പൽ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യയന വർഷം ഏറെ അനുഗ്രഹപ്രദമായി ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ നമ്മുടെ സ്കൂളിന് എപ്പോഴും അഭിമാനകരമായ നേട്ടം ലഭ്യമായിട്ടുണ്ട്. 2023-24 കഴിഞ്ഞ അധ്യയന വർഷം അപ്രകാരം വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വർഷമാണ്. 12ാം ക്ലാസ്, 10ാം ക്ലാസ് പരീക്ഷകളിൽ വളരെ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയ സ്കൂള് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 791 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി ബാച്ചിലെ ആദിത്യ പിള്ള വിദ്യാർത്ഥി 1200-ൽ 1200 മാർക്കും കരസ്ഥമാക്കുകയുണ്ടായി. മറ്റ് 3 വിദ്യാർത്ഥികൾ 1200-ൽ 1199 മാർക്കുകൾ വീതം നേടി ഉന്നതമായ വിജയം കരസ്ഥമാക്കി. 138 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. 10ാം ക്ലാസ്സിലെ SSLC കുട്ടികളുടെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളവും വളരെ മികച്ച ഒരു വിജയമാണ് നമുക്ക് ഈ വർഷം ലഭിച്ചത്. തീർച്ചയായിട്ടും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ലഭിച്ച നേട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ അത്യധ്വാനവും അവർക്ക് കൃത്യമായ ദിശാബോധം നൽകിയ നമ്മുടെ അധ്യാപകരുടെ ആത്മാർത്ഥമായ സമർപ്പണവുമാണ്. അവർ ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും കൃത്യതയോടുകൂടി, ഏറ്റവും വിശ്വസ്തയോടുകൂടി നിർവഹിച്ചതിൻ്റെ ഫലമാണ് ലഭിച്ചിട്ടുള്ള ഈ വലിയ നേട്ടങ്ങൾ. അധ്യാപകരോടൊപ്പം ഈ കുട്ടികളും മാതാപിതാക്കളും നമ്മുടെ അധ്യാപക രക്ഷാകർതൃ സംഘടനയൊക്കെ നൽകിയ വലിയ പിന്തുണ മറക്കാവുന്നതല്ല.
പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും വളരെ പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങളായിരിക്കുക. ഈ വർഷം 1572 കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 770ഓളം കുട്ടികൾ പരീക്ഷ എഴുതുവാനായിട്ട് ഒരുങ്ങുകയാണ്. വലിയ പ്രത്യാശയോടുകൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷവും ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കോ എഡ്യൂക്കേഷന് പ്രാധാന്യമുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പരസ്പരം സഹകരിച്ചും ഉൾക്കൊണ്ടും പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം അവരുടെ വിദ്യാഭ്യാസത്തിന് സഹായം നൽകിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അല്പം പിറകോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരുന്നതിന് വിദ്യാർത്ഥികൾ നൽകുന്ന പങ്കും വളരെ വലുതാണ്. അപ്രകാരം എല്ലാ തരത്തിലും പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളും അധ്യാപകരും നന്നായിട്ട് ആരംഭിച്ചിരിക്കുന്നു. ഈ അധ്യയന വർഷവും അക്കാഡമിക് അതോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വളരെ ഗംഭീരമായി അനുഗ്രഹപ്രദമായി മുൻപോട്ട് പോകും. അതിനെല്ലാം ഈ സ്കൂളിൻ്റെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മാധ്യസ്ഥം സ്കൂളിനും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെയുണ്ട്. ദൈവം തമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങൾ എന്നും ഈ സ്കൂൾ ക്യാമ്പസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ തമ്പുരാൻ്റെ കരുണയ്ക്ക് മുമ്പിൽ പുതിയ വർഷത്തെ സമർപ്പിച്ചുകൊണ്ടും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ സ്കൂളിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ രക്ഷാധികാരി സഭയുടെ തലവനും പിതാവുമായ മോറന്മാർ ബെസേലിയസ് കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാബ തിരുമേനിയുടെ വലിയ നേതൃത്വവും ഒപ്പം തന്നെയുള്ള മറ്റ് അധികാരികളും എല്ലാം നൽകുന്ന വലിയ പിന്തുണയും ഈ അധ്യയന വർഷവും ഏറ്റവും മികച്ചതായി തീരുവാൻ സഹായിക്കും എന്നുള്ള സംശയമില്ല. ഈ പുതിയ അധ്യയന വർഷത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. SSLC വിഭാഗത്തിൽ 1477 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 223 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമായി. CWSN വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതിയ 63 വിദ്യാർത്ഥികൾ, +1 പരീക്ഷ എഴുതിയ 25 വിദ്യാർത്ഥികൾക്കും +2 പരീക്ഷ എഴുതിയ 28 വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം കരസ്ഥമായി. ചരിത്ര വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപക, അനധ്യാപക, രക്ഷാകർതൃ വൃന്ദത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി റാണി M. അലക്സ് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2024 SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പട്ടം സെൻറ് മേരി സ്കൂളിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. 1477 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ 223 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയും ചെയ്തു എന്ന് വളരെ അഭിമാനത്തോടെ പറയുവാൻ പട്ടം സെൻറ് മേരീസിലെ ഓരോ അധ്യാപകർക്കും കഴിയും. അതുപോലെ തന്നെ 9 A+ ലഭിച്ച 30ഓളം കുട്ടികളും നമുക്ക് ഉണ്ടായിരുന്നു. നല്ല ഒരു വിജയ ശതമാനവും നല്ല വിജയ നിലവാരവുമാണ് പട്ടം സെൻറ് മേരീസിന് ഈ വർഷം ലഭിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അധ്യാപകർ, രക്ഷകർത്താക്കൾ എല്ലാവരുടെയും സഹകരണത്തെ വളരെ നന്ദിയോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ക്ലാസ് ടീച്ചേഴ്സ്, ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ആദ്യന്തം അവരുടെ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. എല്ലാത്തിലും ഉപരി ഓരോ കുഞ്ഞിനെയും ശ്രദ്ധിക്കുക എന്നുള്ള ഒരു പോളിസി ജൂൺ മാസം മുതൽ തന്നെ അധ്യാപകർ പാലിക്കുകയും ചെയ്തു. അവർ കൃത്യനിഷ്ഠയോടെ ഓരോ കുട്ടിയെയും വീക്ഷിക്കുകയും ഓരോ കുട്ടിയുടെയും ഓരോ സബ്ജക്റ്റിൻ്റെയും പോരായ്മകൾ പരിഹരിക്കുവാൻ ആദ്യത്തെ യൂണിറ്റ് ടെസ്റ്റ് തൊട്ട് തന്നെ അവർ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് ഈ വിജയം. പേരൻസ് വളരെയധികം സഹകരിച്ചു. ബെറ്റർമെൻറ്റ് ക്ലാസ് കുട്ടികൾക്ക് സ്കൂൾ അധ്യയന സമയത്തിന് പുറമെ ഉള്ള സമയം കണ്ടെത്തി നൽകുകയും അവസാന
ദിവസങ്ങളിൽ പരീക്ഷാ ഒരുക്കത്തിന് വേണ്ടി പ്രത്യേകം കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്തി അവർക്ക് ഏത് ഗ്രേഡാണോ ലഭിച്ചത് ആ ഗ്രേഡിൽ നിന്നും അടുത്ത ഗ്രേഡിലേക്ക് മെച്ചപ്പെടുത്താനായിട്ട് ഉള്ള ശ്രമവും നടന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം ലഭിച്ചത്. 10ാം ക്ലാസ്സിലെ ക്ലാസ് കോർഡിനേറ്റേഴ്സ് ആയിരുന്ന കഴിഞ്ഞ വർഷമായിരുന്ന അജിത രാജൻ ടീച്ചർ, ജാക്കുലിൻ ടീച്ചർ, അനില കുമാരി ടീച്ചർ, ബീന വി ടി ടീച്ചർ, ഇവർ ജൂൺ മാസം മുതൽ മാർച്ച് മാസം വരെ ഒരുപോലെ എല്ലാ ക്ലാസ്സുകളെയും കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഓരോ കുട്ടിയെയും തിരിച്ചറിഞ്ഞ് അവരെ മെച്ചപ്പെടുത്തുന്നതിനും A+ വാങ്ങിക്കുന്നതിനും കുട്ടികൾക്ക് വിജയം ലഭിക്കുന്നതിനും കഠിനാധ്വാനം ചെയ്തു. അതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന അധ്യാപകരും അവരോടൊപ്പം ചേർന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ വിജയം ലഭിച്ചത്. പ്രിൻസിപ്പൽ അച്ഛൻ്റെ സഹകരണവും നേതൃത്വവും ഈ സമയത്ത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും, കുഞ്ഞുങ്ങളെ ഒരുക്കിയ എല്ലാ രക്ഷകർത്താക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. തുടർന്നും ഒരുമയോടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ചിപ്പിക്കുള്ളിലെ മണൽത്തരി മുത്തായി മാറുന്നത് പോലെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയും ആർജിക്കുന്നത് അക്ഷര വിജയം മാത്രമല്ല, ജീവിത വിജയം കൂടിയാണ്. ഈ അക്ഷര തിരുമുറ്റത്തെത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നങ്ങൾക്ക് ചിറകേകി വിജയകിരീടം അണിയിക്കാൻ കാലാതീതമായ തെളിമയോടെ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലകൊള്ളുന്നു. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ഗാർഗി ശിവ, SM ന്യൂസ്. വാർത്തകൾ പൂർണ്ണമാകുന്നില്ല. പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി SM ന്യൂസ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം.